of variables in multiple integrals. It often happens that either because of the form of the integrand involved or because of the boundary shape of the region of integration, it is desirable to express a multiple integral in terms of a new set of variables. We now consider how to do this. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആ ഫിഗറിൽ തന്നിരിക്കുന്നത് നോക്ക്. നമ്മുടെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതാണ് റീജിയൻ. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തിൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഏതെങ്കിലും ഈ കോർഡിനേറ്റ് ആക്സിസുമായിട്ട് പാരലൽ വരുമായിരുന്നു. പക്ഷേ ഇത് ഒരു പെയർ ഓഫ് സൈഡ്സും ഇങ്ങനെ വന്നില്ല എങ്കിൽ, അങ്ങനെ പാരലായിട്ട് വരുന്നില്ല എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വേരിയേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് നമ്മളവിടെ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഇൻ ഡബിൾ ഇൻ്റഗ്രൽസ്. ലെറ്റ് us begin by examining the change of variables in a double integral. Suppose that we require to change an integral capital I is equal to double integral over R f of xy dx dy in terms of coordinates x and y into one expressed in new coordinates u and v in terms given in terms of x and y by differentiable equations u is equal to u of xy and v is equal to v of xy with inverses x equal to x of uv and y equal to y of uv. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ഇൻ്റഗ്രൽ തരികയാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് തരുന്നു ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റ്സ് എക്സ് ആൻഡ് വൈ. എക്സിലും വൈയിലും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിനെയും വൈനെയും പുതിയ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുക, യുവിലും വിയിലും. അപ്പോൾ അങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ നമുക്ക് യുവിനെയും വിയിനെയും എക്സിൻ്റെയും വൈനെയും ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. യു എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈയും വിയും ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം വിത്ത് ഇൻവേഴ്സസ്. ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് ഓഫ് യു വി ആൻഡ് വൈ ഈസ് ഇക്വൽ ടു വൈ ഓഫ് വി. അതായത് യു വി ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റണം. അതേപോലെ തിരിച്ച് എക്സ് വൈയിൽ നിന്ന് നമുക്ക് യുവും വിയും കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സസ് ആവുകയും വേണം. ദ റീജിയൻ ആർ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ ആൻഡ് ദി കർവ് സി ദാറ്റ് ബൗണ്ട്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ അവിടെ കൊടുക്കുമ്പോൾ ഈ റീജിയൻ എന്ന് പറയുന്നത് ഈ എക്സ് വൈ പ്ലെയിനിലുണ്ടായിരുന്ന ഈ റീജിയൻ, ആ റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ ബൗണ്ടഡ് ബൈ ഒരു കർവുമാണ് അല്ലേ, ഒരു ക്ലോസ്ഡ് കർവും ആയിരിക്കും. ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഷേപ്പിലുള്ള ഒരു റീജിയനായിട്ട് നമുക്ക് മറ്റൊരു പ്ലെയിനിൽ ഇപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് യു വി പ്ലെയിനിലേക്ക് കിട്ടും. ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ മറ്റേ ബൗണ്ടറിയുടെ ഇമേജ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ എങ്ങനെ ഈ രണ്ട് ഇൻ്റഗ്രൽ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, എങ്ങനെ ഒരേ വാല്യൂ അവിടെ കണ്ടുപിടിക്കുന്ന ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോർഡിനേറ്റ്സിൽ കണ്ടുപിടിക്കുന്നതും ഈക്വൽ ആവുന്നത് എങ്ങനെയൊക്കെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Now the part of the integral that requires most consideration is the area element. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞത് അടുത്ത മുമ്പിലത്തെ പാരഗ്രാഫ് ബാക്കിയും കൂടെ ഒന്ന് നോക്കാം. The region R in the xy plane and the curve C that bounds it will become a new region R dash and a new boundary C dash in the UV plane. And so we must change the limits of integration accordingly. Also the function f of xy becomes a new function g of uv ഓഫ് ദി ന്യൂ കോർഡിനേറ്റ്സ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇപ്പം പുതിയൊരു ഫംഗ്ഷനായിട്ട് മാറും, യുവിലും വിയിലും ഉള്ള ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നു. നൗ ദ പാർട്ട് ഓഫ് ദി ഇൻ്റഗ്രൽ ദാറ്റ് റിക്വേഴ്സ് ദ മോസ്റ്റ് കൺസിഡറേഷൻ ഈസ് ദി ഏരിയ എലമെൻറ്റ്. ഇൻ ദി എക്സ് വൈ പ്ലെയിൻ ദ എലമെൻറ്റ് ഈസ് ദി റെക്ടാങ്കുലർ ഏരിയ ഡി എക്സ് വൈ ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ജനറേറ്റഡ് ബൈ കൺസ്ട്രക്റ്റിംഗ് എ ഗ്രിഡ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു ദി എക്സ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ ഏരിയ എലമെൻ്റാണ് ഡി എ എക്സ് വൈ. ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് വൈ പ്ലെയിനിലെ ഈ റീജിയനിൽ നമ്മൾ ചെറിയ അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെൻറ്റ്സ് കുറേ എണ്ണം വരയ്ക്കുകയെന്ന് വിചാരിക്കും നമ്മുടെ റീജിയനിൽ. അപ്പോൾ അത് ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് നമുക്ക് അതിനകത്ത് ഫോം ചെയ്യാം. ആ ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസിൻ്റെ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന പോർഷനിലെ ആ ലെങ്ത്തിനെ ഡി എക്സ് എന്നും വൈ ആക്സിന് പാരലായിട്ട് വരുന്ന ലെങ്ത്തിനെ ഡി വൈ എന്നും വിളിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഏരിയ
ഡി എ എക്സ് വൈ ഏരിയ എലമെൻറ്റ് എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഏരിയ എലമെൻറ്റ് വേണം നമുക്ക്. ഈ ഏരിയ എലമെൻറ്റ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതേപോലൊരു ഏരിയ എലമെൻറ്റ് അവിടെ, അതായത് പുതിയ കോർഡിനേറ്റ്സിലും വേണം നമുക്ക്. അപ്പോൾ ഈ ഏരിയ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ our task is to determine the corresponding area element in the UV coordinates. In general, the corresponding element DAUV will not be the same shape as DAXY. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും ഒരേപോലെ ഷേപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ നേരത്തെ നമുക്ക് റെക്റ്റാങ്കിൾസ് കിട്ടുന്ന ഡി എക്സും ഡി വൈയും കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു, അതേപോലെ ഇപ്പുറത്ത് വരണമെന്നില്ല. ബട്ട് ദിസ് ഡസ് നോട്ട് മാറ്റർ സിൻസ് ഓൾ എലമെൻറ്റ്സ് ആർ ഇൻഫിനിറ്റ്സ്മലി സ്മോൾ ആൻഡ് ദ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൻ്റ് ഈസ് കൺസിഡർഡ് കോൺസ്റ്റൻറ്റ് ഓവർ ദം. സിൻസ് ദ സൈഡ്സ് ഓഫ് ദി ഏരിയ എലമെൻറ്റ് ആർ ഇൻഫിനിറ്റ്സിമൽ, DAW will in general have the shape of a parallelogram. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കോർഡിനേറ്റ്സിലുള്ള ഈ ഏരിയ എലമെൻറ്റ് വരുന്ന ആ ഒരു ചെറിയ ഒരു ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറഞ്ഞ് പാരലോഗ്രാം ഷേപ്പായിട്ടാണ് ഇൻ ജനറൽ നമ്മൾ എടുക്കുന്നത്. വി ക്യാൻ ഫൈൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ DAXY ആൻഡ് DAW ബൈ കൺസിഡറിങ് ദ ഗ്രിഡ് ഫോംഡ് ബൈ family of curves u equal to constant and v equal to constant as shown in figure 6.10. Since v is constant along the line segment KL, the latter has components dou x by dou u into du and dou y by dou u into du in the direction of the x and y axis respectively. ഓക്കെ, ഇത് ജസ്റ്റ് ഇത്രയും കാര്യം നമ്മൾ പഠിച്ചാൽ മതി. ആ ഏരിയ എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഡോ എക്സ് വൈ ഡിവൈഡ് ബൈ ഡോ യു വി ഡി യു ഡി വി. ഇപ്പോൾ ഡി എക്സ് ഡി വൈക്ക് പകരം നമുക്ക് ഈ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഡി യു ഡി വി കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഏരിയ എലമെൻ്റ് ആവും. ആ ഡിറ്റർമിനൻറ്റിനെയാണ് എൻ്റെ തൊട്ട് മുകളിൽ ജെ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ല. ഡോ എക്സ് വൈ ബൈ ഡോ യു വി, ഡോ എക്സ് ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ വി. ഇതിനെയാണ് നമ്മൾ ജക്കോബിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ജക്കോബിയൻ ഓഫ് ടു വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡാഷ്, പുതിയ റീജിയനാണ് ജി ഓഫ് യു വി, പുതിയ ഫംഗ്ഷൻ കിട്ടിയത്, ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ഡോ എക്സ് വൈ ബൈ ഡോ യു വി ഡി യു ഡി വി. വെൻ ഇവാലുവേറ്റിംഗ് ദ ഇൻ്റഗ്രൽ ഇൻ ദി ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം, ഇറ്റ് ഈസ് യൂഷ്വലി advisable to sketch the region of integration r dash in the UV plane. അപ്പോൾ നമുക്ക് രണ്ടും വരയ്ക്കുന്നത് നല്ലതാണ്, പഴയതും പുതിയതും. പഴയ റീജിയൻ്റെ ഷേപ്പ് അറിയാൻ, പുതിയതിൻ്റെ ഷേപ്പ് അറിയാനും. ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ ഡബിൾ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ ഐ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ a plus root of x square plus y square into dx dy, where capital R is the region bounded by the circle x square plus y square equal to a square. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്നാണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന റീജിയനാണ്. In Cartesian coordinates, the integral may be written. അപ്പം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഈസി ആവണം, കാരണം ആ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞില്ല. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഈസിയാണ്. ക്യാപിറ്റൽ ഐ സി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് എ ടു എ, എക്സിൻ്റെ വേരിയേഷൻ മൈനസ് എ മുതൽ എ വരെ. ഇതെങ്ങനെയാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡി എക്സ് ഇൻ്റഗ്രൽ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ to root of a square minus x square dy into a plus root of x square plus y square. അപ്പോൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. However, because of the circular boundary of the integration region, a change of variables to plane polar coordinates rho phi is indicated. The relationship between Cartesian and polar coordinates is given. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞ സർക്കിളാണ്. ഈ സർക്കിൾ വെച്ചിട്ട് ചെയ്യാൻ ഇത് കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലായിരിക്കും.
അപ്പോൾ ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് അതിനെ മാറ്റുന്നത് എന്ന് നമ്മളൊന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് അല്ലാതെയും കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എളുപ്പത്തിൽ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നു. x=ρ cos φ ആൻഡ് y=ρ sin φ കൊടുക്കുന്നു. അപ്പം കറസ്പോണ്ടിങ് മാറ്റങ്ങളുണ്ടാവുമല്ലോ, പുതിയ റീജിയൻ വരും. എക്സിനും വൈനും വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു റീജിയൻ കിട്ടും. അപ്പോൾ നമുക്ക് R' a പ്ലസ് റോ എങ്ങനെ വന്ന് √r² x² + y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് √ρ² എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ റോ കിട്ടും. ഇൻറ്റു ഏരിയ എലമെൻറ്റിന് പകരം ഡിറ്റർമിനൻ്റ് ഓഫ് ഡോ എക്സ് വൈ ഏതിലേക്കാണോ മാറ്റുന്നത് അതാണ് അവിടെ കൊടുക്കേണ്ടത്. താഴെ ഡോ ഓഫ് റോ ഫൈ ഇൻറ്റു ഡി റോ ഡി ഫൈ where R' is the rectangular region in the rho phi plane whose sides are. ഈ R' എന്ന് പറയുന്നത് റോ ഫൈ പ്ലെയിൻ, അതായത് എക്സിനെയും വൈനെയും നമ്മൾ റോ ഫൈയിലേക്കാണ് മാറ്റിയത്, റോ ഫൈ പ്ലെയിനിലേക്കാണ് മാറ്റിയത്. അപ്പോൾ ആ പ്ലെയിനിലെ റീജിയനാണ് നമ്മുടെ R' എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എവിടെ തൊട്ട് എവിടെ വരെയാണ് വേരി ചെയ്യുക? നമ്മുടെ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് റോ കോസ് ഫൈ വൈ റോ സൈൻ ഫൈ. അപ്പം റോ ഈക്വൽ ടു, അതായത് എക്സ് റോ കോസ് ഫൈ വൈ റോ സൈൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആണ് റേഡിയസ്. അപ്പോൾ റോയുടെ വേരിയേഷൻ 0 മുതൽ റോ ഈക്വൽ ടു എ വരെയാണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റേഡിയസ് എ ആണ്, കാരണം x² + y² = a² ആണല്ലോ. അപ്പോൾ റോ 0 മുതൽ റോ എ വരെയാണ്. അതേപോലെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളാണ്. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ സർക്കിൾ ആയതുകൊണ്ട് തുടങ്ങുമ്പോൾ അത് 0, എൻഡ് ചെയ്യുമ്പോൾ അത് 2π. ഓക്കെ, ദ ജക്കോബിയൻ ഈസ് ഈസിലി കാൽക്കുലേറ്റഡ് ആൻഡ് വി ഒബ്റ്റെയിൻ j = ഡോ എക്സ് വൈ ബൈ ഡോ റോ ഫൈ ഈക്വൽ ടു, നേരത്തെ പോലെ ഫോർമുല യൂസ് ചെയ്യുന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് ഫൈ സൈൻ ഫൈ മൈനസ് സൈൻ ഫൈ റോ കോസ് ഫൈ, ആൻസർ റോ എന്ന് കിട്ടും. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഏരിയ എലമെൻറ്റ്സ് ഇൻ കാർട്ടീഷ്യൻ ആൻഡ് ഇൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ഈസ് dx dy = റോ ഇൻറ്റു ഡി റോ ഡി ഫൈ. അപ്പോൾ ഇതാണ് നമ്മുടെ dx dy = j ഇൻറ്റു ജക്കോബിയൻ ഇൻറ്റു ഡി റോ ഡി ഫൈ എന്നല്ലേ. ജക്കോബിയൻ നമുക്ക് റോ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം ആൻസർ. I = R' a പ്ലസ് റോ ഇൻറ്റു ഡി റോ ഡി ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ഡി ഫൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a ഡി റോ ഇൻറ്റു a പ്ലസ് റോ ഇൻറ്റു റോ ഈക്വൽ ടു 2π ഇൻറ്റു a ρ² / 2 പ്ലസ് ρ³ / 3 0 to a. അപ്പോൾ ആൻസർ നമുക്ക് 5 ഇൻറ്റു π e³ / 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണം. അടുത്തത്, അപ്പോൾ ഞാനീ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റാണ് കേട്ടോ. റൈലിയുടെ ഇവാലുവേഷൻ ഓഫ് ദി ഇൻ്റഗ്രൽ I = ഇൻ്റഗ്രൽ -∞ to ∞ e⁻x² dx. By making a judicious change of variables, it's sometimes possible to evaluate an integral that would be interactive otherwise. An important example of this method is provided by the evaluation of the integral I = integral -∞ to ∞ e⁻x² dx. നമുക്ക് കുറച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ -∞ to ∞ e⁻x² dx. അപ്പോൾ നമുക്കിത് ചേഞ്ച് ഓഫ് വേരിയബിളിലൂടെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ കഴിയുമോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ക്യാപിറ്റൽ I എന്ന് വിളിക്കുന്നു. I = ഇൻ്റഗ്രൽ -∞ to ∞ e⁻x² dx. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം I² കണ്ടുപിടിക്കുന്നു. I² കണ്ടുപിടിക്കുമ്പോൾ ഇൻ്റഗ്രൽ -∞ to രണ്ടും ഇത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻ്റഗ്രൽ -∞ to ∞ e⁻x² dx ഇൻറ്റു, ഇനി അടുത്തത് ഇൻ്റഗ്രൽ -∞ to ∞ e⁻y² dy. ഇപ്പോൾ e⁻x² dx ആയാലും y² dy ആയാലും എല്ലാം ഒരേ ആൻസർ. അപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തോടെ എഴുതി കഴിഞ്ഞാൽ
ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞത് മറ്റൊരു ഇൻ്റഗ്രൽ, അതായത് 2 പ്രാവശ്യം ഇൻ്റഗ്രൽ -∞ to ∞ e⁻x² dx ഇൻ്റഗ്രൽ -∞ to ∞ e⁻x² dx എന്ന് വീണ്ടും എഴുതി കഴിഞ്ഞുള്ള പ്രശ്നം. ഇനി രണ്ടിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് ഇൻ്റഗ്രൽ -∞ to ∞ e⁻2x² എന്ന് വരും. അത് അങ്ങനെയല്ലല്ലോ നമ്മുടെ ഓക്കെ, -x² ആണല്ലോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. കാരണം e⁻x² കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന e⁻2x² എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എല്ലാം ഒരേ വാല്യൂ തന്നെയാണ്. e⁻x² dx എന്ന് കഴിഞ്ഞാലും ഏത് വേരിയബിളും ആയാലും സെയിം തന്നെയാണ് കിട്ടുന്നത്. ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ dx ഇൻ്റഗ്രൽ -∞ to ∞ dy e⁻x² + y² ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r e⁻x² + y² dx dy. ഓക്കെ, ഈ ഫിഗർ നോക്കൂ. ഫിഗറിൽ വരച്ചിട്ടുണ്ട് സർക്കിള്. where the region are in the whole xy plane. അപ്പോൾ ഇവിടെ എക്സും വൈയും -∞ മുതൽ ∞ വരെ വേരി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന R എന്ന് പറയുന്ന റീജിയൻ 202-ാമത്തെ പേജിലെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നതിനകത്തുള്ള R എന്ന് പറയുന്ന റീജിയൻ എൻ്റെയർ പ്ലെയിൻ തന്നെ കിട്ടും നമുക്ക്. കാരണം എക്സും -∞ to ∞ വേരി ചെയ്യും, വൈ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേരി ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ റീജിയൻ നമുക്ക് നമ്മുടെ XY പ്ലെയിനാണ്. ഓക്കെ, where the region R is the whole XY plane. Then transforming to plane polar coordinates we find in plane polar coordinateലേക്ക് മാറ്റാൻ I² ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r e⁻x² + y² എന്താണെന്നറിയാം, ρ². കാരണം അറിയാമല്ലോ, ρ cos φ ρ sin φ ആണ്. അപ്പോൾ നമുക്ക് -ρ² ρ dφ എന്ന് കിട്ടും. ഈക്വൽ ടു, ഇനി നമ്മൾ റോയിലും ഫൈയിലും ഒക്കെ ആണല്ലോ മാറ്റുന്നത്. അപ്പോൾ അറിയാം ഫൈ 0 മുതൽ 2π വരെയാണ്. അതേപോലെ തന്നെ നമുക്ക് റോ എന്ന് പറയുന്നത് 0 മുതൽ ∞ വരെ. അതായത് നമുക്ക് ഇത് ഫുൾ പ്ലെയിൻ കിട്ടണം. നമുക്ക് അങ്ങനെ ഫുൾ പ്ലെയിൻ കിട്ടണമെങ്കിൽ ഈ വരയ്ക്കുന്ന സർക്കിൾ കണ്ടോ, മുകളിൽ വരച്ചിരിക്കുന്ന സർക്കിള്, ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ മാക്സിമം വലുതാക്കി. റേഡിയസ് A എന്ന് പറയുന്നത് ടെൻസ് ടു ∞ ആവുന്നു. അതേപോലെ തന്നെ സർക്കിളായിട്ട് തന്നെ ഇതിനെ കാണുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈ 0 മുതൽ 2π, ഈ സർക്കിൾ ഇങ്ങനെ വലുതായി പോകും, റേഡിയസ് വലുതാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്ലെയിനിലെത്തും. അപ്പോൾ 0 to ∞ d ρ e⁻ρ² ഈക്വൽ ടു, ഓക്കെ, ആൻസർ ഇൻ്റഗ്രൽ 0 to 2π dφ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π കിട്ടും. അടുത്തത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, ρ e⁻ρ² എന്ന് വരും. അതിനെ നമുക്ക് -1/2 e⁻ρ² എന്ന് കിട്ടും. 0 മുതൽ π വരെ ആൻസർ 0 മുതൽ ∞ വരെ ആൻസർ നമുക്ക് π എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ I² ആണ് π കിട്ടിയത്. അപ്പോൾ I അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് √π എന്ന് കിട്ടും. ഇനി ബിക്കോസ് ദ ഇൻ്റഗ്രൻ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ ഓഫ് എക്സ്, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ -∞ to ∞ e⁻x² dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് 0 to π ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് അവിടെ ആൻസർ ഇതിൻ്റെ പകുതി √π/2 ആണ്. ഓക്കെ.